ഹലോ 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 നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ ദ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 മൂന്നാമത്തെ എപ്പിസോഡാണ് ഗൈസ്. അപ്പം നമ്മുടെ 2 എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് ഈ എപ്പിസോഡ് വന്നോളൂ. എന്നാലാണ് നമുക്ക് ആ ക്ലിയർ ആയിട്ടുള്ള ട്രാക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ കാണിക്കുന്നത് എലിയും പിന്നെ ഡീന എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഓവനും അബി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അബിയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ എന്തായാലും ഈ ഗെയിമിലേക്ക് നമുക്ക് വരാട്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ കുറെ പേര് ഇങ്ങനെ സ്ക്വാഡായിട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ എലിയും ഡീനിയും ജീവിക്കണ പോലെ ടൗൺ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ സർവൈവേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇവരൊക്കെ ഒന്നുകിൽ സ്ക്വാഡായിട്ട് ജീവിക്കുന്നവർ സോംബീസിനൊക്കെ വൈപ്പ് ഔട്ട് ചെയ്ത് അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മുടെ ഈ ടൗണിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എലിയും ഡീനിയും കൂടി പോകുന്നത് ക്ലിയർ ട്രെയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ നമ്മുടെ ഡീന എന്ന് പറയുന്ന മുന്നേ ഇതേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അത് കാരണം ഏകദേശം ഒരു രൂപം നമ്മുടെ ഡീനയ്ക്ക് അറിയാം. അത് കാരണമാണ് നമ്മുടെ ജസ് എലീനയും ഡീനയും ഇതിനു വേണ്ടി നിയോഗിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ജോയലും ടോമിയാണ് ഇപ്പൊ നിലവിൽ ആ സ്ഥലത്ത് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവരെ പറഞ്ഞു വിട്ടിട്ട് ഇവര് ജോയിൻ ചെയ്യണമെന്നാണ് നമ്മുടെ ജസ് കൊടുത്ത തീരുമാനം. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാർ കയറ്റാനാണ്. പഴയ ആൾക്കാർക്ക് റെസ്റ്റ് കൊടുത്ത് ക്യാമ്പിലേക്ക് അയക്കാനാണ്. ഇനി അവർ വയസ്സാം കാലത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു ഇതിലാണ് ഗൈസ് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അതേ സ്നോ ഒക്കെ അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമ്മളിതേ ചാടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കുതിരകളെ അതേ നമ്മുടെ ഡീൻ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇറങ്ങാട്ടെ ഇതിൻ്റെ മണ്ടേന്ന്. അപ്പോൾ കുറച്ച് ടാസ്ക്കാണ് ഇതിന് ഇറങ്ങാൻ. ഓക്കെ ഗൈസ്, നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫുള്ള് സ്റ്റോറി ലൈനെ കാരണം കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു ഉപഭോക്തായിട്ട് പറയുന്നതാണ്. നമ്മുടെ ഗെയിം പ്ലേയുടെ ഇത് കിട്ടിയിട്ടില്ല. നമുക്ക് ഗെയിം കളിക്കാം. ഇപ്പം നമ്മുടെ ഗെയിമിങ്ങിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് ഇവരെ പണ്ടത്തെ ഹൈഡ് ഔട്ടാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീന നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോവാട്ടോ ഗൈസ്. അപ്പോൾ അത് നല്ല സെറ്റ് സ്ഥലമല്ലേ, നല്ല വൈബ് സ്ഥലം ഗൈസ്. ഇവിടെ കേരളത്തിലെ നമ്മുടെ സ്വിറ്റ്സർലാൻഡിലുള്ള പോലെ നല്ല രസമുണ്ട് കേട്ടോ. സ്വിറ്റ്സർലാൻഡിൽ ഞാൻ പോയിട്ടൊന്നുമില്ല, എന്നാലും ഒരു രസത്തിന് വേണ്ടി പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ ഡീന കൊടുന്ന സ്ഥലം എങ്ങനെയുണ്ട് നമ്മുടെ എലിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എലി പറഞ്ഞു നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ എലി അല്ലല്ലോ, നമ്മുടെ ഡീന മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പോൾ എലി ഇപ്പം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ പേടി അതൊന്നല്ല, ഇവിടെ ആരും ഇല്ലാത്ത സ്ഥലം, ഇനി ഇവറ്റങ്ങൾ കൂടി ഡിങ്കോൾഫി എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നുള്ളത് എൻ്റെ പേടി. അപ്പോൾ അതേ നമ്മുടെ ഡീന അകത്ത് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ പേടിയൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്. ഇവരൊക്കെയല്ലേ ആൾക്കാർ, പറയാൻ പറ്റില്ല കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഡീനിൻ്റെ അടുത്ത് പോകട്ടോ. നമ്മളിത് ഇങ്ങനത്തെ ഇടവഴി കൂടെയൊക്കെയാണ് നമ്മൾ വന്നതാണ്. അപ്പോൾ ഡീന ഇതിന് മുമ്പേ വന്ന കാരണം കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഡീനയുടെ മുമ്പ് ഇവിടെ വന്ന ആളൊരു യൂജി എന്ന് പറയുന്ന ആളാണ് ഡീനയുടെ കൂടെ ഉണ്ടായിരുന്നത്. അത് കാരണം ഡീനിക്ക് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാട്ടാ. യൂജി എന്ന് പറയുന്ന ആൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. എന്നുവെച്ചാൽ ഇതിൽ കൂടുതൽ ഗ്യാപ്പും ആ വഴിയൊക്കെ അറിയുന്നത് ഫുള്ള് യൂജി എന്ന് പറയുന്ന ആളാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് ലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ എന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡീനേനെ എവിടെയാന്ന് പോയി നോക്കാം കേട്ടോ. നമ്മുടെ ഡീന എവിടെ പോയി? ഡീനേ ഡീന ഇതിൻ്റെ അടിയിൽ കൂടെ പോകട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കയറ് പോലത്തെ സാധനം അതിൻ്റെ മണ്ടയിൽ കൂടെ കയറാനായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഇതിന് മുമ്പത്തെ കളി കളിക്കാത്ത കാരണം നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് 1 നമ്മൾ കളിക്കാത്ത കാരണം പിടിയില്ല. നമുക്ക് എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ആ കളി കളിക്കും കേട്ടോ. കാരണം ഇത് എനിക്ക് അത്രമാത്രം ഈ ഗെയിമിനോട് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ പെടഞ്ഞ് കയറാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാന്ന് തോന്നുന്നു അവരുടെ ഒരു സേഫ് ഹൗസ് പോലെ. എന്നുവെച്ചാൽ ഇവരുടെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ക്യാമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം പോലെയായിട്ട് ഗൈസ്. അത് അത്യാവശ്യം നല്ലൊരു ഓഫീസാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. നമ്മളിത് ഈ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി വേറെ ഒന്നും എടുക്കാനില്ല എന്ന് തോന്നുന്നു. ഇതെന്തോ ഓഫീസ് പോലെ എന്തോ സാധനം തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ ഗൈസ്, ഇതെന്തോ റേഡിയോ സ്റ്റേഷൻ എന്നാന്ന് പറയണ കേട്ടാ. ഇതെന്തോ റേഡിയോ സ്റ്റേഷൻ്റെ എന്തോ ഇതാന്ന് പറയണേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഡീനെ അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ഗൈസ്, ഇതാണ് ലോഗ് ബുക്ക് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ലോഗ് ബുക്ക്. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ലോഗ് ബുക്കിൽ നമ്മൾ എഴുതി ലൂപ്പ് പോയിന്റ് ഒക്കെ എഴുതാൻ. അപ്പോൾ ഒക്കെ ക്ലിയർ ആണെന്നോട് നമ്മൾ ആ ലോഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡീന ഇവിടെ നമ്മുടെ ഈ മറ്റേ ഇതിലെന്തോ പറയും, എനിക്ക് അറിയില്ല, പേര് കിട്ടണില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ഥാനത്ത് ഇവിടെ നോക്കാണ്.
ഓക്കെ ഗൈസ്, അവിടെയും ഒരു ടൗൺ ആണ്. നമ്മുടെ ടൗൺ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടാ. അവിടെയും നമ്മുടെ പോലെ തന്നെ ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ്, ഓരോരോ സ്ഥലത്ത് ഇതുപോലെ ടൗണുകളുണ്ട് വേറെ വേറെ ജീവിക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ അവരവർക്ക് അവരവരുടെ റൂൾസ് ആണുള്ളത്. നമ്മുടെ എല്ലാം കൂടി റൂൾസ് അല്ല. അപ്പൊ ഓരോ ടൗൺ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓരോ റൂൾസ് ആണ്. അപ്പൊ നമുക്കിനി ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും താഴ്ത്തേക്ക് ഇറങ്ങാം കേട്ടാ. നമ്മുടെ ഡീൻ എന്തായാലും ഇപ്പൊ താഴ്ത്തേക്ക് വരും. നമുക്ക് എന്തായാലും എന്തായാലും നല്ലൊരു റിയലിസ്റ്റിക് വ്യൂ തന്നെ നമ്മുടെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ എലി പറയാണ്, നിനക്കൊന്ന് ഡ്രസ്സ് മാറിക്കൂടെ ഡീനെ, നല്ല വൃത്തിയിലൊക്കെ നടന്നുകൂടിയെന്ന്. അപ്പൊ നമ്മുടെ ഡീന ചേച്ചി പറയാണ്, ആദ്യം നമ്മളിവിടെ ജീവിക്കാൻ നോക്കട്ടെ, എന്നിട്ട് മതി നമുക്ക് ഡ്രസ്സ് മാറുള്ള ഫാൻസി ഒക്കെ. അപ്പൊ നമ്മളൊക്കെ എന്തായാലും നമ്മുടെ കുതിരേനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുതിരയുടെ പേര് ജപ്പാൻ എന്നാണ് ഇപ്പൊ ഇവള് ഈ എലി വിളിക്കണേ. ഇവള് ഓരോ നേരത്തെ ഓരോ പേരാണ് വിളിക്കണേ. അങ്ങനെ നമ്മളത് ഡീനത് ചാടി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഡീനയുടെ പിന്നാലെ പോകട്ടോ. അപ്പൊ നമ്മുടെ ഈ ഗെയിം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ലൊരു സിനിമാറ്റിക് വ്യൂ പോലെയാട്ടോ നമ്മുടെ ഈ ഗെയിം പോലെ ഇരിക്കണേ. അപ്പോൾ ഇനി ഇവരുടെ വർത്താനമായിരിക്കും, അവരുടെ ലോക്കൽ ടോക്ക് ആയിരിക്കും ഇനി ഉണ്ടാവാൻ പോണതൊക്കെ. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ കട്ടകി ഒന്ന് സബ് ചെയ്യടാ, ഒന്ന് സബ് ചെയ്യടാ മക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാട്ടാ. അപ്പൊ ഈ ഡീനയുടെ കാമുകനാണ് ജസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജസ്സാണ് നമുക്ക് ഈ സ്ഥലം നമുക്ക് വേണ്ടി ഇതാക്കിയത്. നമ്മുടെ ജസ്സും എലിയും ഭയങ്കര ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 നമ്മുടെ എലി മറ്റേ സോംബിയുടെ ഇതായിട്ട് ഇൻഫെക്റ്റഡ് ആയിരുന്നു. പക്ഷെ അവൾക്ക് ഇമ്മ്യൂണിന്റെ ഒരു ഇതുള്ള കാരണം എന്ന് വെച്ചാൽ സോംബിയുടെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള കാരണം അവള് രക്ഷപ്പെട്ടതാണ്. അപ്പൊ അതേ നമുക്ക് ഡീനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വല്ല ആവശ്യമുള്ള സാധനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ക്വിക്കായിട്ട് എടുക്കാൻ പറ്റിയ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എല്ലാം വീട്ടിൽ നിന്ന് ഓരോ നമുക്ക് ലൂട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതേ തോക്കുമ്പോൾ ഇപ്പൊ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഇവിടെ കുറെ സ്കില്ലൊക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ഇൻവെർട്ടറിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ സ്കില്ലൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യം പവറായിട്ട് കിട്ടാം. അപ്പോൾ നമ്മുടെ ഇതേ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കല്ല ആവശ്യം വരികയാണെങ്കിൽ നല്ല പവറിൽ തന്നെ നമ്മുടെ സാധനം കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. കാരണം നമ്മുടെ വീഡിയോ ഷോർട്ടായെന്ന് അറിയാം. എന്തായാലും നമ്മുടെ ഈ എല്ലാം ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ഓക്കെ ദെൻ ബൈ ബൈ.